ദൈവമേ കാത്തുകൊൾകങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻപദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിലസ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം. നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതുമൊഴിയുമോർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ. ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ. ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ. ജയിക്കുക ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. വാഴണം വാഴണം സുഖം. വാഴണം വാഴണം സുഖം. ശ്രീനാരായണ ഗുരുദേവൻ്റെ പാദാരവിന്ദങ്ങളിൽ ഈ ഒരു ദൈവദശകം സമർപ്പിക്കുന്നു. അപ്പോൾ ദൈവദശകം എന്ന് പറയുന്നത് ദൈവോ ഉപനിഷത്ത് എന്നറിയപ്പെടുന്നു. അതായത് എല്ലാ ഉപനിഷത്തുക്കളുടെയും സാരസംഗ്രഹമാണ് എന്ന് നമുക്ക് പറയാം. ലളിതമായ ഈശ്വര പ്രാർത്ഥന, സർവമത പ്രാർത്ഥനയായിട്ടും നമുക്കതിനെടുക്കാം. കാരണം എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന, ഏത് മതക്കാർക്കും ഏത് ജാതി മതം ഒരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന ഒരു ഈശ്വര പ്രാർത്ഥനയും കൂടിയാണിത്. അത്രയും വിശിഷ്ടമായ ഈ ഒരു ഈശ്വര പ്രാർത്ഥന ദൈവദശകം നാരായണ ഗുരുദേവൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഗുരുഭ്യോ നമഃ.